ഹലോ നമ്മുടെ പ്രിയ കൂട്ടുകാരെ, നമ്മൾ പെൺപിള്ളേരെ കെട്ടിച്ചൊക്കെ വിട്ട് കഴിയുമ്പോൾ ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്ന് നമുക്ക് വഴിയെ പറഞ്ഞു തരാം. നമ്മൾ പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും പെട്ടെന്ന് ഒരാളെ കാണാൻ തോന്നും. ആ ആളുടെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം തോന്നും. അങ്ങനെ ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ഒരു സർപ്രൈസാട്ടോ. ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് യാത്ര തുടരാം. ഞാൻ മാത്രമല്ല കേട്ടോ പോകുന്നത്, എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അവർ പതുക്കെ ദേവടി കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. അവരിതാ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനും കൂടെ ഒന്ന് കയറട്ടെ, വഴിയെ കാണാം കേട്ടോ. ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞങ്ങൾ പതുക്കെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ കഥ, പഞ്ചി പറഞ്ഞ കഥ. കൊച്ചിലാഴി പോകാൻ കണ്ട് മിസ്സായിപ്പോയി. അത് ഓണാക്കേണ്ടതായിരുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ പഠിക്കണം കേട്ടോ. സ്റ്റാർട്ട്. ഒന്ന് കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ. പിന്നെയും കണ്ട നേരം പൂഞ്ചിരി തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടുണ്ട് പോരാതായി. തൊട്ടപ്പോൾ അന്മാവിൻ്റെ നിറഞ്ഞു, പൂ പോലെ നീതിരിഞ്ഞു. ഒരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തുടികളായി. കണ്ട നേരം കൊണ്ടലായി, കണ്ണിന് മിന്നലായി. മിന്നൽ കയ്യിലിട്ട പെണ്ണറവേ എത്തിത്തോടാ കരായിലെ ദാരിയോ. കണ്ടു ഞാൻ കണ്ണനെ കായാവൂ വർണ്ണനെ.
രക്ഷപ്പെട്ടെന്ന്. ഓരോ ട്രെയിൻ വരുന്നുണ്ട്. അമ്മേ, ഈ ട്രെയിൻ വരുമ്പോഴത്തേനും അങ്ങനെയാണ്. മീൻ മേടിച്ചോണ്ട് വന്നപ്പോൾ ഭയം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായ ആതിരമ്പുഴ പള്ളിയുടെ വലിയ പള്ളിയുടെ മുൻവശമാണ്. കർത്താവേ കനിയണമേ, നിശിതായേ കനിയണമേ. അയ്യോ, 50,000 അടിച്ചാൽ എങ്ങോട്ടേ കേറുന്നുണ്ടാ. പാട്ട് പറ. വേണ്ട, മഴക്കൊണ്ട് അറിയില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നമ്മൾ അവിടുന്ന് പോന്നിട്ട് ആരെയാണോ ഏത് വീട്ടിലേക്കാണോ എത്തിച്ചേരുന്നതെന്ന് വിചാരിച്ചത് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇങ്ങോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്.